നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പെറ്റ് ഫാഷൻ ഷോ സമാപിച്ചു. തിക്കുങ്കര പഞ്ചായത്തിലെ LDF ഉരുക്കുകോട്ടയായ 7ാം വാർഡ് മലാക്ക തിരിച്ചുപിടിക്കുവാൻ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അംഗത്തിനിറക്കി. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC ഡേ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പൊതു തിരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. വരണാധികാരിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനായി 30 ഡിവിഷനുകളിലായി 161 പേരുടെ നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഇതിൽ 89 പുരുഷന്മാരും 72 സ്ത്രീകളും ഉൾപ്പെടുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 161 സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഒഴികെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ നടപടികൾ പുരോഗമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്നലെ വരെ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ 56 ഡിവിഷനുകളിലായി 339 സ്ഥാനാർത്ഥികളുടെ ഓഫീസിലും മത്സരിക്കുന്ന പട്ടിക പരസ്യപ്പെടുത്തും. തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പെറ്റ് ഫാഷൻ ഷോ അരങ്ങേറി. ഏത് ശ്വാനന്മാരെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള രഞ്ജു TK ഉദ്ഘാടനം നിർവഹിച്ചു. റാപ്പ് 2025 ഷോയിൽ 50 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ശ്വാനന്മാരും അവരെ പരിപാലിക്കുന്നവരും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് റാമ്പിൽ ഇറങ്ങി. 23 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെ ഡോഗ് ഷോ നടക്കുന്നു. ഗോൾഡൻ റിട്രീവർ, ലാബ്രഡോർ, സൈബീരിയൻ ഹസ്കി, അമേരിക്കൻ ബുള്ളി, പിറ്റ്ബുൾ, അമേരിക്കൻ സ്റ്റാഫോർഡ് ടൈറിറ്റർ, ജർമ്മൻ ഷെപ്പേർഡ്, രാജപാളയം, കന്നി, കോക്കർ സ്പാനിയൻ, ചൗചൗ, ഷീറ്റ്സു, ഫ്രെഞ്ച് ബുൾഡോഗ്, ബ്രിട്ടീഷ് ബുൾഡോഗ്, ഡാഷ് ഹട്ട്, ഗ്രേറ്റ് ഡെയിൻ, സെന്റ് ബെർണാർഡ്, ജാക്ക് റസ് ടെറിയൻ, റോട്ട്വൈലർ, മിൻപിൻ എന്നീ ഇനത്തിൽപ്പെട്ട 500-ൽ പരം സ്വദേശിയും വിദേശിയുമായ ശ്വാനന്മാർ പങ്കെടുത്തു. നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഉദ്ഘാടനത്തിനായി മിസ്റ്റർ രഞ്ജു TK വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർക്കിഡ് ഡെക്കറേഷൻസ് ഫൗണ്ടർ മിസ്റ്റർ റിജുവിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നെക്സ്റ്റ് നമ്മുടെ ജഡ്ജസ് 3 പേരും ലാമ്പ് ലൈറ്റ് ചെയ്യാനായിട്ട് മുമ്പോട്ട് കടന്നു വരേണ്ടതാണ്. ഈ നടത്തിപ്പ് തെളിയിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഒരു ഇവന്റ് ഏറ്റവും
പ്രാർത്ഥിക്കാം, ആശംസിക്കാം. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ഡേവിസ് ചിറമൽ, മതബോധന ഹെഡ്മാസ്റ്റർ ജിയോ റാഫേൽ, മതബോധന അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിയിൽ നിന്നും മഹാത്മാ സ്ക്വയറിലേക്ക് തിരികെ പള്ളിയിലേക്കും റാലി നടന്നു. LDFന്റെ ഉരുക്കുകോട്ട പിടിച്ചെടുക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി കന്നി അംഗത്തിന് UDF. തെക്കുംകര പഞ്ചായത്തിലെ സംവരണ സീറ്റായ 7ാം വാർഡ് മലാക്ക പഞ്ചായത്ത് രൂപവൽക്കരിച്ച നാൾ തൊട്ട് LDF വിജയക്കൊടി പാറിച്ചയിടത്തിലാണ് UDF കന്നി അംഗത്തിലൂടെയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി TG ഗോപികയെ സതീശ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കി. നാടിന്റെ വികസന മുരടിപ്പ്, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപാകത തുടങ്ങി ഗതാഗത സഞ്ചാരത്തിലെ അശാസ്ത്രീയത, കുടിവെള്ളക്ഷാമം എന്നിവ ചൂണ്ടിക്കാണിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മച്ചാട് മാമാകത്തിനെ ആചാരമനുസരിച്ച് ആദ്യത്തെ പറ സ്വീകരിക്കുന്ന കുടുംബത്തിലെ കണ്ണിയാണ് TG ഗോപിക. UDFന്റെ ആരോപണങ്ങളെ ഖണ്ഡിച്ച് വികസന നേട്ടങ്ങളും സുസ്ഥിര ഭരണ നേട്ടങ്ങളും നാടിന്റെ പുരോഗതിയും എണ്ണി പറഞ്ഞ് LDF സ്ഥാനാർത്ഥിയായി ശാന്ത ഉണ്ണികൃഷ്ണനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ വോട്ടഭ്യർത്ഥിച്ച് മുന്നേറുന്നു. BJP തന്ത്രപരമായും മറ്റു മുന്നണികളുടെ ഭരണ സവിശേഷതകളിലെ ന്യൂനതയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഉയർത്തി ജലജ ശ്രീനിയെ സ്ഥാനാർത്ഥിയാക്കി വോട്ടഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കുമാരി ഗോപിക TG മലാക്ക വാർഡിൽ ജനവിധി തേടുകയാണ്. ഞങ്ങളിന്ന് 2ാം റൗണ്ട് ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം മെമ്പർമാരായിട്ടുള്ള ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ എത്തി നോക്കിയിട്ടില്ല എന്ന് കാണാൻ കഴിയും. റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ രംഗത്തും തികഞ്ഞ ഒരു പരാജയമാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം. ഈ കുട്ടി കയറുന്ന വീടുകളിലെല്ലാം അവിടെയുള്ള അമ്മമാരായാലും സഹോദരിമാരായാലും ചേട്ടന്മാരായാലും ഒക്കെ തികഞ്ഞ ഒരു പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ ശുഭപ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോപിക TG എന്ന് പറയുന്ന ഈ കുട്ടി തികച്ചും ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബത്തിലൊരു അംഗമാണ്. അച്ഛൻ കൂലിപ്പണിയെടുത്താണ് ആ കുടുംബം കഴിയുന്നത്. അമ്മയാണെങ്കിൽ തൊഴിലുറപ്പ് ജോലികളെടുത്ത് ജീവിക്കുകയാണ്. ഈ കുട്ടി ഡിഗ്രി പാസ്സായി ജോലി ഒന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ ജനസേവനത്തിന് വേണ്ടി സന്നദ്ധമായി ഇറങ്ങുന്ന സമയത്ത്
തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ ഗോപിക TGയോടൊപ്പം ഞങ്ങളുമുണ്ടാകും. ഞങ്ങൾ കയറിയ സ്ഥലങ്ങളിലെല്ലാം വീടുകളിലെല്ലാം എല്ലാവരും വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 100% ഒരു വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തെക്കങ്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്, പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടെ ഉള്ളത്. ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി മാറിയിട്ടുണ്ട്. തികച്ചും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം 2025 ഡിസംബർ മാസം 13-ാം തീയതി നമുക്ക് കാണാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഒരു മാറ്റം തെക്കങ്കരയിലുണ്ടാവും. ആ മാറ്റം മലാക്കയിലും പ്രതിഫലിക്കും. ഗോപിക TG വൻ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമാണുള്ളത്. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക തീർത്ഥകേന്ദ്ര ശതാബ്ദി 100ാമത്തെ പ്രതിഷ്ഠാ തിരുനാൾ കൊടിയേറി. മാർ ബോസ്കോ പുത്തൂർ കൊടി ഉയർത്തി. വികാരി റെക്ടർ റവറൻ ഫാദർ തോമസ് കാക്കശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാർ ഫാദർ ബെൻവിൻ തട്ടിൽ, ഫാദർ പ്രിൻസ് ചെറുതാണിക്കൽ, കൈക്കാരന്മാർ ജോസ് ആലപ്പാട്ട്, TT ജോസഫ് പല്ലൻ, കിരൺ ചാണ്ടി, ജനറൽ കൺവീനർ ജോയ് കോമ്പാറക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമരം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൃശൂർ 24 കേരള ബറ്റാലിയൻ വിവിധ പരിപാടികളോടെ NCC ഡേ ആഘോഷിച്ചു. സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുൻ സൈനികനും എഴുത്തുകാരനുമായ കോവിലിന്റെ കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി NCC ഡേ ആഘോഷിച്ചു. മുനിയറയും സമീപ പ്രദേശങ്ങളും ശുചീകരിച്ച വിദ്യാർത്ഥികൾ കോവിലൻ സ്മൃതി കുടീരത്തിലെ ചിത്രലേഖനം ചെയ്ത ചെമ്പോലകളും കഴുകി വൃത്തിയാക്കി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് ഓഫീസർ മേജർ PJ സ്റ്റൈജു NCC ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കഖേദർ ലിംബോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നായിക് സുബേദർ JD യാദവ് NCC ദിന സന്ദേശം നൽകി. സീനിയർ കേഡറ്റുകളായ മുഹമ്മദ് ഷംസുദ്ദീൻ, ആദിത്യൻ MS, ഗ്രേസ് ജോഷി, ശിവമല്ലി, കാർത്തിക് UA, അജ്വിൻ C വിൻസെന്റ്, ശ്രീനാഥൻ തുടങ്ങിയവർ NCC ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബീഹാറിലെ സൈനിക ജീവിതത്തിനിടയിൽ 3 വർഷക്കാലം NCC ഇൻസ്ട്രക്ടറായും കോവിലൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാലാണ് NCC ദിനാചരണത്തിൽ കോവിലൻ കുടീരത്തിൽ വിദ്യാർത്ഥികളെത്തി പുഷ്പാർച്ചന നടത്തിയത്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണി കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷം മുക്കാട്ടുകരയിൽ. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ മതബോധന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. ബെത്ലഹിം കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച ക്രിസ്തുരാജാവാണെന്ന പ്രഖ്യാപന റാലി ഇടവക വികാരി റെവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി റെവറന്റ് ഫാദർ ഫ്രാൻസിസ് പുതൂക്കര, മതബോധന ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസി മരിയ, അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർഗരാജ്യം, ദൈവരാജ്യം. സ്വർഗരാജ്യം, ദൈവരാജ്യം. സ്വർഗരാജ്യം, ദൈവരാജ്യം. സ്വർഗരാജ്യം, ദൈവരാജ്യം. സ്വർഗരാജ്യം, ദൈവരാജ്യം. ദൈവരാജ്യം, സ്വർഗരാജ്യം. ദൈവരാജ്യം, സ്വർഗരാജ്യം. ജയ് ജയ് ക്രിസ്തുരാജ്യം. അഞ്ചാമത് പാരാ അത്ലറ്റിക് മീറ്റ് 2025 സമാപിച്ചു. ഭിന്നശേഷി കായിക താരങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനായി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് ഓഫ് തൃശൂർ, ദർശന സർവീസ് സൊസൈറ്റി ഇരിഞ്ഞാലക്കുട, BBEd വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അഞ്ചാമത് പാരാ അത്ലറ്റിക് മീറ്റ് നവംബർ 22-ന് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ആവേശപൂർവ്വം നടന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ വൈകുന്നേരം 3 മണിക്ക് സമാപിച്ചു. തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നായി പൊക്കം കുറഞ്ഞവർ, കാഴ്ചപരിമിതിയുള്ളവർ, OH, CP, ID, വീൽചെയർ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള
വിഭാഗങ്ങളിലെ 50ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. ലീന MJ നാട്ടിക എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ഉദ്ഘാടകർ ദീപശിഖ കായിക താരങ്ങൾക്ക് കൈമാറി. ഗബ്രിയേൽ, സിനി K സെബാസ്റ്റ്യൻ, മുഹമ്മദ് റാഫി തുടങ്ങിയവർ ദീപശിഖ തെളിയിച്ചു. ഭിന്നശേഷി സുഹൃത്തുക്കളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 5 വർഷം മുന്നേ ആരംഭിച്ച ഈ മീറ്റ് 5ാം വർഷത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യ വർഷം മീറ്റ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പരിധിവരെ വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മീറ്റ് നടത്തണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സ്ഥാപക ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉന്നത അധികാരികളുമായി സഹകരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളും ഉറപ്പു നൽകി. തൃശൂർ ഇൻഡോർ ടേബിൾ ടെന്നീസ് അസോസിയേഷന്റെ അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ടോണി ചിറക്കൽ സംസാരിച്ചു. പ്രസിഡന്റ് വർഗീസ് ആളൂർ, സെക്രട്ടറി ഡോക്ടർ ജെറി തോമസ്, ഡോക്ടർ PC ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. On table 1, 50 plus Adarsh RS KPA Trivandrum, Anish CP Chams TP, Adarsh RS, Anish CP on table 1. On table 6, Ravi NR CP. സംസ്ഥാന മ്യൂസിയം മൃഗശാല തൃശൂരിൽ പാർപ്പിച്ചിരുന്ന ഋഷിരാജ് എന്ന ആൺകടുവ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി അതിന്റെ കൂട്ടിൽ മരണപ്പെട്ടതായി കണ്ടു. 3 മാസത്തോളമായി കടുവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് നേരിട്ട് വായയിൽ ഭക്ഷണം വെച്ചു കൊടുത്ത് ഫീഡിംഗ് നടത്തുകയായിരുന്നു. ഇന്നലെയോടെ ഭക്ഷണം കഴിക്കാതിരുന്ന കടുവ രാത്രിയോടുകൂടി മരണപ്പെടുകയായിരുന്നു. 2015 ജൂലൈ 14 വയനാടിൽ കാട്ടിക്കുളത്ത് വെച്ച് സുൽത്താൻ ബത്തേരി റേഞ്ചിൽ നിന്നും പിടികൂടിയ കടുവയാണ്. അന്ന് ഉദ്ദേശം 15 വർഷം പ്രായം കണക്കാക്കിയ കടുവയ്ക്ക് ഇപ്പോൾ ഏകദേശം 25 വയസ്സ് പ്രായമുണ്ടാകും. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ്. തേവര SH കോളേജിൽ ICAI കേരള കോമേഴ്സ് ഫോറവുമായി സഹകരിച്ച് നടത്തിയ സ്റ്റേറ്റ് കോമേഴ്സ് കാർണിവലിൽ ഓവറോൾ കിരീടം നേടി തൃശൂർ ജില്ല. കാർണിവലിന്റെ ഭാഗമായി നടന്ന ബിസിനസ് ക്വിസ് മത്സരത്തിൽ 1ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയും +1 അക്കൗണ്ടിംഗ് അഭിരുചി ടെസ്റ്റിൽ ഫസ്റ്റും സെക്കൻഡും നേടിയും +2 അക്കൗണ്ടിംഗ് അഭിരുചി പരീക്ഷയിൽ സെക്കൻഡ് നേടിയുമാണ് ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. കാർണിവലിന്റെ ഉദ്ഘാടനം കേരള വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും നൽകി. സമ്മാനദാന ചടങ്ങിൽ ICAI ചെയർമാൻ CA ആനന്ദ് AS, സെക്രട്ടറി CA രൂപേഷ് രാജഗോപാൽ, കേരള കോമേഴ്സ് ഫോറം പ്രസിഡന്റ് ഉല്ലാസ് G, ജനറൽ സെക്രട്ടറി അഹമ്മദ് ബദർ, സ്റ്റേറ്റ് ട്രഷറർ ബൈജു ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ സാബു പീറ്റർ, സിനിമോൾ TG, മോഹൻകുമാർ P തുടങ്ങിയവരും സംസാരിച്ചു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ.
ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ബാറിലും ആശുപത്രിയിലും അതിക്രമം നടത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി അക്ഷയ് അമ്പാടിയും 2 കൂട്ടാളികളും റിമാൻഡിൽ. നാരായണമംഗലത്തുള്ള ബാറിൽ വെച്ച് പരസ്പരം ബഹളം വെച്ച് കൗണ്ടറിലുണ്ടായിരുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും വലിച്ചെറിഞ്ഞ് നാശനഷ്ടം വരുത്തുകയും ബാർ ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടി. വൈദ്യപരിശോധനയ്ക്കായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി എത്തിച്ചപ്പോൾ ആശുപത്രിയിൽ ബഹളം വെക്കുകയും അവിടെയുണ്ടായിരുന്ന കസേരയും ടേബിളും ടേബിളിലുണ്ടായിരുന്ന മരുന്നുകളും മറ്റും മറിച്ചിട്ടും ആശുപത്രിയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിനാണ് സ്റ്റേഷൻ റൌഡിയായ അമ്പാടി എന്ന് വിളിക്കുന്ന നാരായണമംഗലം സ്വദേശി മുണ്ടോളി വീട്ടിൽ അക്ഷയ്, പുല്ലേറ്റും സ്വദേശി കുരിയാപ്പിള്ളി വീട്ടിൽ ഷറഫ്, നാരായണമംഗലം സ്വദേശി ഞാവേലി പറമ്പിൽ വീട്ടിൽ നിതിൻ ഷാ എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓട്ടോ ടാക്സി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ വെച്ച് ഓട്ടോ ടാക്സി ഡ്രൈവറായ കരുവന്നൂർ എട്ടുമന സ്വദേശി പുല്ലാക്കൽ വീട്ടിൽ മുഹമ്മദ് അലി എന്നയാളെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് തൃശൂർ കുറ്റൂർ പോട്ടോർ സ്വദേശി തോട്ടുവറ വീട്ടിൽ ജിതിൻ എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് അലി ഭാര്യയും ഒന്നിച്ച് മുഹമ്മദ് അലിയുടെ ഓട്ടോ ടാക്സിയിൽ പോകുന്ന സമയം പൂച്ചിന്നിപ്പാടം സെന്ററിൽ വെച്ച് മുന്നിലുണ്ടായിരുന്ന വിറക് നിറച്ച ഒരു പെട്ടി ഓട്ടോറിക്ഷയെ മറികടന്നപ്പോൾ വാഹനം വലത്തോട്ട് നീങ്ങിയതിനാൽ എതിരെ നിന്നും സ്കൂട്ടറിൽ വന്ന പ്രതി മുഹമ്മദ് അലിയെ അസഭ്യം വിളിച്ചു പറയുകയും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതി മുഹമ്മദ് അലിയെ കോളറിൽ പിടിച്ച് കൈകൊണ്ടും ചുണ്ടിലിടിക്കുകയും അലി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം പ്രതി ധരിച്ചിരുന്ന ഹെൽമെറ്റ് ഊരി തലയുടെ പുറകിൽ അടിക്കുകയും വീണ്ടും പലതവണ ഹെൽമെറ്റ് കൊണ്ട് നെറ്റിയിലും മുഖത്തും തലയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കവർച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയും സ്റ്റേഷൻ റൌഡിയുമായ നിബിൻ ചെന്നൈ വിമാനത്താവളത്തിൽ അറസ്റ്റിൽ. ദുബായിൽ നിന്നും നാട്ടിലേക്ക് കടക്കുവാൻ ശ്രമിക്കവെയാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ച 2010 ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ കേസിലാണ് അറസ്റ്റ്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ 2010 കവർച്ച കേസിൽ പിടികിട്ടാപ്പുള്ളി വാറണ്ടും 2020 ആളൂർ പോലീസ് സ്റ്റേഷനിലെ അടിപിടി കേസിലും മാള പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലും 2024 മാള പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലും ജാമ്യമില്ലാ വാറണ്ടുമുള്ള മാള ഗുരുതിപ്പാല സ്വദേശി ആനപ്പാട്ട് വീട്ടിൽ നിബിൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ചെന്നൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പെറ്റ് ഫാഷൻ ഷോ സമാപിച്ചു. തിക്കുങ്കര പഞ്ചായത്തിലെ LDF ഉരുക്കുകോട്ടയായ 7ാം വാർഡ് മലാക്ക തിരിച്ചുപിടിക്കുവാൻ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അംഗത്തിനിറക്കി. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC ഡേ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.